കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു സംഭവം തന്നെയാണ്. പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. അത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അങ്കോള ഷിരൂരിലെ അർജുനെ കാണാതായ ആ വലിയൊരു അപകടത്തിൽ ഏകദേശം 7 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. നമ്മൾ മലയാളികളായതുകൊണ്ട് മാത്രം അർജുന് വേണ്ടി മുറവിളി കൂട്ടിയ കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ, കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ, അതുകൊണ്ടും മാത്രം ഇത്രയധികം സമയമെടുത്ത് അർജുനെ തിരയാൻ കാണിച്ച കർണാടക സർക്കാർ ആദ്യത്തെ ഏറ്റവും പീക്ക് അവേഴ്സായിട്ടുണ്ടായിരുന്ന 3 ദിവസങ്ങൾ അയാളെ തിരയുവാൻ, അല്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തെരച്ചിലും നടത്താത്ത നമ്മുടെ കർണാടക സർക്കാരാണ് ഇന്ന് ഏഷ്യാനെറ്റ് പോലുള്ള നവമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മാതൃഭൂമിക്കടക്കം സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ളത്. അന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇത്രയധികം രക്ഷാപ്രവർത്തകർ യാതൊരു ലാഭേച്ഛയുമില്ലാതെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ, അതായത് റെസ്ക്യൂ പ്രവർത്തികളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉൾപ്പെടെ, നമ്മുടെ ഇസ്രയേൽ ശ്രീജിത്ത് എന്ന് വിളിക്കുന്ന ആ സാധാരണക്കാരൻ ഉൾപ്പെടെ അവിടേക്ക് പോയത്. അവിടെയുള്ള സാഹചര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് നമുക്ക് മഷിയിട്ട് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ സാഹചര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കാം എന്ന സാധ്യതകൾ ഉപയോഗിക്കാൻ മാത്രമേ കഴിയുമുണ്ടായിരുന്നുള്ളൂ. ശീതീകരിച്ച റൂമിനുള്ളിലിരുന്ന് വിനു ബി ജോൺ ഛർദ്ദിച്ചത് ഒരു ലാഭവും നോക്കാതെ തൻ്റെ ജീവൻ പണയപ്പെടുത്തി അങ്ങോട്ട് പോയിട്ടുള്ള നിരവധി കേരളത്തിൽ നിന്നുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന ശ്രീതടക്കമുള്ള ആളുകളെയാണ്. അഥവാ ഒരു തവണ പോലും ഇത്ര നാളായിട്ടും അങ്ങോട്ട് പോകാത്ത വിനു ബി ജോൺ വാസ്തവം പറയാതിരിക്കാൻ വയ്യ. ശ്രീജിത്തിനെ അവിടെ ഉത്തരാഖണ്ഡിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഏഷ്യാനെറ്റിൽ വിളിച്ചിരുത്തിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ അയാൾക്ക് ഇത്തരത്തിൽ പ്രാധാന്യം കൊടുക്കാൻ പാടില്ലായിരുന്നു. അത്രേ കൊള്ളാമല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ. അതുപോലെ ഇന്നലെ മാതൃഭൂമിയിൽ പറയുന്നത് കേട്ടു, നമ്മുടെ അഭിലാഷാണെന്നുള്ളതാണ് അതിലേറ്റവും ദയനീയം. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ, എന്താണ് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ സംഭവിക്കുക? തനിക്ക് പോകത്തില്ലായിരുന്നു. അത്രയും വലിയൊരു മലയിടിഞ്ഞ് മാറിയപ്പോൾ 8ാമത്തെ ദിവസം വരെ അവിടെ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അവിടെ ഒരു കടയുണ്ടായിരുന്നു, അതിൽ ആളുകളുണ്ടായിരുന്നു, അമ്മയും അപ്പനും 2 മക്കളും മരണപ്പെടുന്നു. അങ്ങനെയുള്ള കുറേ കഥകൾ അവിടെ വരുന്നത്. നമ്മുടെ കേരളത്തിലെ നവമാധ്യമങ്ങളോട് ശരിക്കും പറഞ്ഞാൽ പരമപുച്ഛമാണ് തോന്നുന്നത്, പരമപുച്ഛം. 16-ാം തീയതി വെളുപ്പിന് എൻ്റെ സുഹൃത്തും ടൈംസ് ഓഫ് വയനാട് ഓൺലൈൻ മീഡിയ അഡ്മിൻ കൂടിയായ, അല്ലെങ്കിൽ ന്യൂസ് വാളാട് ന്യൂസ് പേരിയ അഡ്മിൻ കൂടിയായ എൻ്റെ സുഹൃത്തു കൂടിയായ സിദ്ദിഖ് 16-ാം തീയതി വയനാട് വില്ലേജർ എന്ന പേജിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3.6 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ വ്യൂവേഴ്സും ഉണ്ട്. റിപ്പോർട്ടർ ചാനലാണ് ആദ്യമായിട്ട് ഇത് വാർത്ത ചെയ്യുന്നതെങ്കിൽ ആ ചെയ്തിട്ടുള്ള വാർത്ത 19-ാം തീയതിയാണ്. അല്ലാണ്ട് 16-ാം തീയതി രാവിലെ 8 മണിക്കുണ്ടായ അപകടത്തിന് അപ്പം തന്നെ സ്പോട്ടിലൊന്നും ആരും വാർത്ത കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ലാഭം കണ്ടെത്താനുള്ള ഒരു വഴിയായി കാണുകയാണ്. അവിടെ പോയ ആളുകളെ പഴിക്കുന്നു, കേരളത്തിലെ സംവിധാനങ്ങളെ പഴിക്കുന്നു, റെസ്ക്യൂ സംവിധാനങ്ങളെ പഴിക്കുന്നു, ശ്രീജിത്തിനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നു. എന്തിനാണിത്? ശരിക്കും നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? കേരളത്തിലെ എല്ലാവിധ കാര്യങ്ങളും എടുത്താൽ സാമൂഹ്യ പ്രവർത്തകരെ, മാധ്യമങ്ങളെ, രാഷ്ട്രീയക്കാരെ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ, മറ്റ് സംവിധാനങ്ങളെ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഇതല്ലേ? ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്നതിന് പകരം നല്ല വാർത്തകൾ ചെയ്യുക, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സത്യസന്ധമായ വാർത്തകൾ ചെയ്യുക. മാധ്യമങ്ങളിൽ നിന്ന് ഞാനടക്കം വരുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇത്രയും ദിവസം ആ മണ്ണിനടിയിൽ ആ മനുഷ്യൻ പോയപ്പോഴും 8-10 ദിവസം വരെ ശുഭപ്രതീക്ഷയോടുകൂടി അതിനുള്ളിൽ അർജുൻ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച മലയാളികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഞാൻ ഉൾപ്പെടെ മാധ്യമങ്ങളോട് ദയവ് ചെയ്ത് കേരളത്തിൻ്റെ സമാധാനത്തെ വിനു വി ജോൺ ചെയ്തത്, മുൻപൊരിക്കൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത രീതിയിൽ സംസാരിച്ചതിൻ്റെ പേരിൽ FIR സമർപ്പിക്കപ്പെട്ട വിനു വി ജോൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ നരബാധിച്ച തല, അതിലൊന്നും ഇല്ല, തലയില്ല, എന്നാലും വേണ്ടില്ല, അയാളെ ഏഷ്യാനെറ്റിൽ നിന്നല്ല മാധ്യമ അവതാരക രംഗത്ത് നിന്ന് ഖണ്ഡം ചെയ്യേണ്ട സമയം കഴിഞ്ഞു.
മരവിച്ച മനസ്സും ആരോടൊക്കെയുള്ള പ്രതികാരവും അവതാരക മുറിയിലിരുന്ന് പറയുന്നതിന് പകരം, മനുഷ്യ നിങ്ങൾ ആ ഭൂമിയിലേക്ക് പോയോ? അവിടെ പോയവരെ അവഹേളിക്കരുത്. ദയവ് ചെയ്ത് ഒരു മാധ്യമങ്ങളും നിങ്ങൾക്ക് വായി തോന്നുന്നു പറയാനുള്ളതല്ല. കാരണം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുകയാണ് ഞാനടക്കം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. ദയവ് ചെയ്ത് നമ്മുടെ കേരളത്തെ നിങ്ങൾ പഠിച്ച ജേർണലിസം ഉപയോഗിച്ച് നശിപ്പിക്കരുത്. ഇന്നത്തെ കേരളത്തിലെ എല്ലാവിധ രാഷ്ട്രീയക്കാരെയും, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, LDF ആരെ ആയിക്കോട്ടെ, എല്ലാവിധ രാഷ്ട്രീയക്കാളേക്കാൾ കൂടുതൽ ഇന്ന് കേരളത്തിൻ്റെ ശാപം നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തൻ്റെ സമയം ചെലവഴിച്ച് എല്ലാവിധ സഹായങ്ങൾ നൽകാൻ പ്രാപ്തരായി അവിടെ ഭക്ഷണം വെച്ച് കൊടുത്തവരുണ്ട്, വഴി തെളിച്ചു കൊടുത്തവരുണ്ട്, കയറ് പിടിച്ചു കൊടുത്തവരുണ്ടാവാം, JCB ഡ്രൈവർമാരുണ്ടാവാം, മറ്റ് സംവിധാനങ്ങളുണ്ടാവാം, റഡാർ സംവിധാനങ്ങളുണ്ടാവും, സൈന്യമുണ്ടാവാം. എല്ലാവരുടെയും ചെറുതു വലുതുമായ ഒത്തൊരുമ കൊണ്ടാണ് ഇത്രയും ദിവസം കൊണ്ടെങ്കിലും ആ വണ്ടിയെങ്കിലും കണ്ടെത്താനും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ സാധ്യതകളിൽ നിന്ന് അദ്ദേഹത്തെ ആ വാഹനം അവിടെ ഉണ്ടെന്നെങ്കിലും ഉറപ്പിക്കാൻ കഴിഞ്ഞത്. ആ വാഹനം കണ്ടില്ലായിരുന്നെങ്കിലോ? ഇനി അഥവാ ഇസ്രയേൽ ശ്രീജിത്ത് എന്ന വ്യക്തി പറഞ്ഞ നിഗമനപ്രകാരം ആ വണ്ടി കരയിൽ തന്നെ ആയിരുന്നെങ്കിലോ? നിങ്ങളന്ന് വാഴ്ത്തില്ലായിരുന്നോ ശ്രീജിത്തിനെ? അല്ലെങ്കിൽ അവിടെ പോയ മറ്റ് രക്ഷാപ്രവർത്തകരെ? ഇത്രയും ദിവസം താമസിച്ചു. എന്തുകൊണ്ടാണ് അപകടമുണ്ടായ 24 മണിക്കൂറിനുള്ളിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനങ്ങൾ തിരയാതിരുന്നത്? റഡാർ അന്ന് കിട്ടിയില്ലേ? അതിനുശേഷം ഉണ്ടാക്കിയെടുത്തതാണോ റഡാർ? ഒരു സംവിധാനങ്ങളെയും ഞാൻ പഴിക്കുന്നില്ല. എല്ലാ സംവിധാനങ്ങളും അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചപ്പോൾ കിട്ടിയ പരിസമാപ്തിയാണ് നാം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ റീച്ച് കൂട്ടാൻ വേണ്ടി, നിങ്ങളുടെ പെട്ടിയിൽ കാശ് വീഴാൻ വേണ്ടി തെണ്ടിത്തരം പറയുന്ന വെറും തെണ്ടികളായി മാറരുത് കേരളത്തിലെ നവമാധ്യമങ്ങൾ എന്ന് മാത്രമുള്ള ഒരപേക്ഷ മാത്രമാണ് ഒരു എളിയ പൗരനെന്ന നിലയിൽ. എൻ്റെ സംസ്ഥാനത്തിൻ്റെ സമാധാനം ഇന്ന് ഏറ്റവും കൂടുതൽ കളയുന്നത് ഇത്തരം പ്രമുഖരായിട്ടുള്ള നവമാധ്യമങ്ങൾ ആണെന്നുള്ള സങ്കടം മാത്രം പങ്കുവെച്ചുകൊണ്ട്, നിങ്ങളുടെ വായിലെ നാക്ക് നല്ലതിനു വേണ്ടി, സത്യം പറയാൻ വേണ്ടി ആയിരിക്കട്ടെ. ഊഹാപോഹങ്ങൾ പറഞ്ഞു പറയിപ്പിക്കരുത്. ആരെങ്കിലും പറയുന്നത് കേട്ട് സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് നിങ്ങൾ വാർത്ത ചെയ്യരുത്. ദയവ് ചെയ്ത് പ്ലീസ്. നിങ്ങളെ വിശ്വസിക്കുന്ന, ഞാനടക്കം വരുന്ന വാർത്തകൾ കാണുന്ന ഒരുപാട് മലയാളികളിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പക്ഷേ നിരവധി, മിനിമം ഒരു 60% ഞാൻ പറയുന്ന വാക്കുകളായിരിക്കും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ദയവ് ചെയ്ത് നമ്മുടെ നാടിനെ നിങ്ങളുടെ നാക്കുകൊണ്ട് നശിപ്പിക്കരുത്.